വോട്ട് ക്രമക്കേടിൽ ഇന്നലെ നടന്ന CPM BJP സംഘർഷത്തിൽ 70 പേർക്കെതിരെ കേസെടുത്തു. 40 BJP പ്രവർത്തകർക്കും 30 CPM പ്രവർത്തകർക്കുമെതിരെയാണ് കേസ്. BJP ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും. MS ലിഷോയുണ്ട് വിശദവിവരങ്ങളുമായി. ലിഷോയി, ഇന്നും സംസ്ഥാനത്തെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാണ് പറയുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എപ്പോഴാണ് എത്തിച്ചേരുക? പ്രതിഷേധവുമായി അവിടെയും ആൾക്കാരുണ്ടാവുമോ? വിശദവിവരങ്ങൾ എന്തൊക്കെ ലിഷോയി? 9:30 വന്ദേ ഭാരത് എക്സ്പ്രസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നിറങ്ങും. ഇന്നലെ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ BJP എല്ലായിടത്തും തന്നെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ഇന്നത്തെ പ്രതിഷേധം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കാണ്. അവിടേക്ക് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ഈ ഒരു പ്രതിഷേധം എന്ന് പറയുമ്പോൾ അത് ഇത്തരത്തിൽ BJPയുടെ തൃശ്ശൂരിലെ MP-യുടെ ഓഫീസിൻ്റെ മുൻപിലേക്ക് പ്രതിഷേധം നടത്തിയ CPM പ്രവർത്തകർ അതിൽ ഈ ഓഫീസിന് നേരെ ആക്രമണം നടത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അതേസമയം ഇന്നലെ വൈകുന്നേരം നടത്തിയ പ്രതിഷേധത്തിൽ ഇരു വിഭാഗങ്ങളും, അതായത് BJP പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. അത് പിന്നീട് പോലീസ് ഇടപെട്ടാണ് ആ സംഘർഷത്തിന് അയവ് വരുത്തിയത്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ തുടർച്ചയായുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഇന്നും നടക്കും എന്നുള്ളതാണ്. ഈ ഒരു സംഘർഷത്തിൽ 70 പേർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അത് BJPയുടെയും CPM-ന്റെയും പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ഇന്നലെ നടന്ന സംഘർഷങ്ങളിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം സുരേഷ് ഗോപി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ശേഷം നേരെ പോവുക ഈ പരിക്കേറ്റവരെ സന്ദർശിക്കാനാണ്. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അദ്ദേഹം പോവുക. അവിടെ ഇന്നലെ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഭാഗമായി ഓഫീസിൻ്റെ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല ഇടാനായുള്ള ശ്രമം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിലൊക്കെ തന്നെയാണ് വ്യാപകമായ പ്രതിഷേധം BJP ഉയർത്തുന്നത്. അതേസമയം തന്നെ CPM ഓഫീസിലേക്ക് പ്രതിഷേധം BJP നടത്തിയതിൽ CPM-നും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധക്കുറിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇറക്കിയിട്ടുമുണ്ട്.